السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا ونبينا ومصطفى محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتون إلا وأنتم مسلمون. صدق الله العلي العظيم. صدق النبي الكريم. പ്രകാശം പോയി മറന്നോ മദീന പെയ്തോ ഇന്നോ ഹബീബല്ലാഹേ പിരിന്നോ പ്രകാശം പോയി മറന്നോ മദീന പെയ്തോ ഇന്നോ ഹബീബല്ലാഹേ പിരിന്നോ ചിന്തിച്ചോ നിൽക്കും ആദരം കണ്ട് ഉമറിൻ മനസ്സും മാറുന്നു താപിച്ചോ നിൽക്കും ആദരമോടെ സിദ്ദീഖവരും തേങ്ങുന്നു അഗാധമായി മദീനയിൽ ഹബീബ് പോയി മറന്നോ പ്രകാശം പോയി മറന്നോ മദീന പെയ്തോ ഇന്നോ ഹബീബല്ലാഹേ പിരിന്നോ വലൈക ഹുബീ യാ റസൂലല്ലാഹ് വലൈക ഹുബീ യാ ഹബീബല്ലാഹ് വലൈക ഹുബീ യാ ഖൈറ ഖൽഖില്ലാഹ്. ലോകത്തിന്റെ പ്രവാചകനായ മദീനയുടെ തന്നെ മണവാളനായ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫദ്ല് കൊണ്ട് അല്ലാഹു തആല നമ്മയൊക്കെ പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ സദസ്സ് പടച്ചതമ്പുരാൻ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ ജനസാഗരത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് സ്കൂള് കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ വൈകുകയാണ്. നമ്മൾ അവിടെ പെട്രോളിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, ഒരാളെ
ഒന്നതിൻ്റെ പകരം ഇവിടെ പെട്രോൾ പമ്പൊക്കെ അടച്ചിരുന്നു. അതുകൊണ്ട് ഒരു മാഹി പോയി നമ്മൾ എണ്ണയടിച്ചിട്ടാണ് പിന്നെ ഇവിടത്തേക്ക് വന്നത്. അസ്രായിലിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ആംബുലൻസ് മുന്നിൽ തളിപ്പറമ്പ് വരെ ഉണ്ടായതുകൊണ്ട് അവരും വരെയുള്ള ബ്ലോക്ക് അല്ലാഹു തആല നീക്കി തന്നു. അങ്ങനെ ജീവൻ പണയം വെച്ചിട്ട് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ എത്തിയേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു തന്ന ഉബൈദിക്ക ഇങ്ങനെയൊക്കെയോ പിടിച്ച് കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ട് തരണം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏഴ് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും സ്വലാത്ത് മജ്‌ലിസും എന്നുള്ളൊരു പരിപാടിയുടെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നെൻ്റെ വിഷയം ന്യൂ ജനറേഷൻ എങ്ങോട്ട് എന്നല്ലേ, ന്യൂ ജനറേഷൻ എങ്ങോട്ട് എന്നൊരു വിഷയമാണ്. ആധുനിക കാലഘട്ടം എങ്ങോട്ടാണ് ഇന്നത്തെ തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനെടുക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അടുത്തൊന്ന് നോക്കാനുണ്ട്. ഇന്നത്തെ തലമുറ എന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ കാരണത്തിൻ്റെയും മനുഷ്യ സമുദായം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഒരു കാലഘട്ടം വരാനുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകരെ, തിരുദൂതരെ, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലത്തബിഉന്ന സുനനാ മാ ഖബലക്കും തീർച്ചയായും മുൻഗാമികളുടെ മാർഗം പിൻപറ്റുന്ന ഒരു വിഭാഗക്കാര് കടന്നു വരാനുണ്ട്. ശിബരി മുയത്തോട് മുയം, അതുപോലെ തന്നെ ചാണോട് ചാണമായിട്ട് ഒരു വിഭാഗക്കാര് വരാനുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ നീക്കം എന്തെന്നറിയണോ? എങ്ങനെയാണ് എൻ്റെ ഉടുമ്പുകളുടെ മാളത്തിൽ അവരെങ്ങനെയാണോ കയറുന്നത്, അത്രയും അധികം പ്രയാസത്തോടെ ആയിരിക്കും അവര് പിൻപറ്റുന്നത്. അങ്ങനെയായിരിക്കും അവര് മുയമായിരിക്കും. നമ്മൾ ഉടുമ്പിൻ്റെ മാളത്തിൽ എങ്ങനെയാണോ കയറിപ്പറ്റുന്നത്, അങ്ങനെ പറ്റിയാലും നമ്മളത് കയറിപ്പറ്റുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലാ യഹൂദു വൻ നസാറ, ഈ പറഞ്ഞത് യഹൂദികളും നസാറാക്കളുമല്ലേ? ഇല്ലേ, യഹൂദികളും നസാറാക്കളുമല്ലേ? യാ റസൂലല്ലാഹ്, യഹൂദികളും നസാറാക്കളുമല്ലേ? ഖാല ഫമൻ, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇത് യഹൂദികളാണ്. ഇത് അവർ ചെയ്ത രീതിയാണ് ഇന്ന് മുസ്ലിം സമുദായം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയായ ദുൽഖർ സൽമാന് പോലും താടി വെച്ചപ്പോ അത് അന്ന് ആ സമയത്ത് നമ്മൾ താടി വെക്കാൻ നമുക്ക് തോന്നിയില്ലേ? നടന്മാര് പാടി വെച്ചപ്പോ നമുക്കത് താടി വെക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഅ മഅ മൻ അഹബ്ബ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണെന്ന് ലോകത്തിന്റെ ദൂതരായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ നമുക്ക് താടിയായി. അള്ളാന്റെ പ്രവാചകൻ നമ്മോട് താടി വെക്കാൻ പറഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കത് പറ്റൂല, നമ്മളത് ചെയ്തില്ല. അല്ലേ, സംശയമുണ്ടോ? അല്ലേ, നമ്മള് നടന്മാരുടെ ഫാഷനല്ല നമുക്ക് വേണ്ടത്. എന്തിനാ? ദുനിയാവില് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു തന്നു. ദുനിയാവിലെല്ലാം അള്ളാഹു നിന്റെ കൈക്കുള്ളിലാക്കി തന്നപ്പോ നീ പടച്ച തമ്പുരാനെ മറന്നു പോകുന്ന
മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങളങ്ങ് ചെയ്തു കഴിഞ്ഞാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു തആല നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നപ്പോ, അള്ളാഹു തആല നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും തന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. യാ ഇബ്നു ആദം, ആദമിന്റെ മക്കളെ, ഞാൻ തന്ന സമ്പത്തിൽ ആരെങ്കിലും തറവീച്ച അവന്റെ കൽബിനെ ഞാൻ റാഹത്താക്കുന്നതാണ്. അവന്റെ ശരീരത്തെയും. അല്ലാഹു തആല പറയുന്നത് ഞാനല്ല, അള്ളാഹുവാണ് പറയുന്നത്. മഹ്മൂദൻ, അവൻ എന്നിൽ തൃപ്തിപ്പെട്ടവനാകുന്നതാണ്. നമ്മളെ അള്ളാഹു തആല തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിച്ച ആളുള്ള ഗുണമാണത്. നിങ്ങൾക്ക് എന്നെ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടാ? ഒന്നും പ്രശ്നമില്ലല്ലേ? അപ്പോൾ നമ്മൾ അള്ളാഹു തആല തന്ന കാര്യത്തെ നമ്മൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമ്മുടെ മനസ്സിന് അള്ളാഹു റാഹത്താക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അതുണ്ടോ? പൈസക്കാരനാണെങ്കിൽ അവനിക്ക് രോഗം കൊണ്ട് അള്ളാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ. അതാണ്, ആർക്കും എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ല. അവിടെയാണ് നമ്മുടെ പോയിന്റ്, അവിടെയാണ് ഏതൊരു മനുഷ്യൻ്റെയും നിലവാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ 2 ദിവസം മുമ്പ് പാനൂരിലെ പൂക്കോം എന്ന സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് വണ്ടി ഒരു ആക്സിഡൻറ്റിലുണ്ടായി. അൽഹംദുലില്ലാ, ഞാൻ പടച്ചവനോട് ആദ്യം പറഞ്ഞത്, അല്ലാ നിനക്ക് സർവസ്തുതിയും. കാരണം ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ വണ്ടിയുടെ പ്രശ്നത്താൽ നമ്മൾ കതിരൂർ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഒരു വണ്ടി കണ്ടപ്പോൾ തന്നെ അല്ലാഹുവേ ഞാൻ നെട്ടി വിറച്ചു പോയി. കാരണം അല്ലാഹുവിനോട് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു പോയി. കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രയല്ലേ അല്ലാഹു തന്നിട്ടുള്ളൂ, പടച്ചോൻ അത്രയല്ലേ തന്നിട്ടുള്ളൂ എന്നുള്ളൊരു ബോധമുണ്ടായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ നിന്ന് നീ മഹ്മൂദാണ്, അള്ളാഹുവിൽ നിന്ന് തൃപ്തിപ്പെട്ടവനാകും. പക്ഷേ വൈലം തറല്ല ബിമാ കസംതുലക, ഞാൻ തന്നില്ലെങ്കിൽ, ഞാൻ തന്ന അതിൽ നിന്ന് നീ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ, ബിമാ കസംതുലക, സമ്പത്തിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സഅലത അലൈക ദുനിയാ, അവൻ്റെ ദുനിയാവ് അവൻ്റെ മേലിലങ്ങിട്ട് കളയുന്നതാണ്. ദുനിയാവ് അവൻ്റെ മേലിലങ്ങിട്ട് കളയുന്നതാ. നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നമ്മളൊരു കാർ വാങ്ങി നമുക്കത് പോരാ. നമ്മൾ എന്താണ്, ഇന്നോവ വാങ്ങിയാൽ നമുക്ക് BMW വേണം, BMW വാങ്ങിയാൽ നമുക്ക് എന്താ വേണ്ടേ? അങ്ങനെ ഓരോ കാര്യങ്ങളായി, ബെൻസായി, അങ്ങനെ ഓരോന്നായിക്കൊണ്ട് ബുഗാട്ടി വേണം. അങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ അലയടിച്ച് വരിക. 2 നില എടുത്താക്ക് 3 നില വേണം, 3 നില എടുത്താക്ക് 4 നില വേണം. അതൊക്കെയാണ് മനുഷ്യനെങ്ങനെ ഉണ്ടായാൽ അല്ലാഹു തആല പറയുന്നു, ഹത്താ തറക്കുല ഫീഹാ, തുള്ളിച്ചാടുന്നതാണവൻ. അവൻ തുള്ളിച്ചാടുന്നതാണ്, കരയിലുള്ള ജീവികളെ പോലെ അവൻ തുള്ളിച്ചാടുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുമാത്രമല്ല, അള്ളാഹു തന്നതേ നിനക്ക് ലഭിക്കുകയുള്ളൂ, അള്ളാഹു തആല തന്നതേ നിനക്ക് ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ നിന്ന്, പടച്ചോനിൽ നിന്ന് നീ ഇട്ടവനാണ്, അള്ളാഹു നിന്നെ ശപിച്ചപ്പെട്ടവനാണെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. നമ്മുടെ തൃപ്തിക്കുറവ് കാരണം എത്രയോ ഫോൾട്ട് നമ്മുടെ അരിയിലേക്ക് കടന്നു വരികയാണ്. നമ്മളിന്ന് മറ്റുള്ള കൂട്ടുകാരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദുനിയാവിനെ നമ്മൾ കൊതിച്ചിരിക്കുമ്പോൾ, അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കെന്ന് മുസ്ലിം സമുദായം പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കാറുണ്ട്, ഞങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ടൈം പാസിന് വല്ലതും വേണം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകാരൻ വേണം, ഞങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ ആരുമില്ല, നമുക്കൊന്നും കിട്ടിയില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാറുണ്ടല്ലോ. ഉണ്ടല്ലോ നമ്മളെ ആരും ഉപദേശിച്ചു തരാൻ ആരും ഇല്ലെന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ നമുക്കൊക്കെ. നമ്മൾക്കിപ്പം വായ് കേൾക്കാനാണ് നമ്മളിവിടെ വന്ന ഒരു ഉപദേശകൻ്റെ വായ്, അതിനാണ് നമ്മളിവിടെ എത്തിച്ചേരുക. ഇത്രക്കാരും ആൾക്കാരുണ്ട് ഒരു വായ് കേൾക്കാൻ ഇവിടെ എത്തി. ആ ഇൽമ പഠിക്കാനാണ് ഇവിടെ ആൾക്കാരെത്തിയത്, അല്ലാതെ വെറുതെ അല്ലല്ലോ. അപ്പോൾ ആ ഇൽമ പഠിക്കാൻ നമ്മളെത്തിയപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു ഉപദേശം നമുക്കുണ്ടായാൽ എൻ്റെ ഉമ്മമാർക്ക് നന്നാവുന്നൊരു ഉറപ്പല്ലേ ഉണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള 4 കാര്യങ്ങളുണ്ട്. ഖാല നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, വമൻ റദ്ദ സ്വാഹിബ, നിനക്കൊരു കൂട്ടുകാരൻ വേണമെന്ന് നീ ആഗ്രഹിച്ച, നിന്നെ ചതിക്കാതെ നിന്നെ വഞ്ചിക്കാതെ എപ്പോഴും നിന്നെ മനസ്സിലിട്ട് നിന്റെ വിഷമങ്ങൾ പറയാ, നിന്നെ സഹായിക്കാൻ ഒരാൾ വേണമെന്ന് ആഗ്രഹിച്ച,
ആഗ്രഹിച്ച, ഒരു കൂട്ടുകാരൻ നിനക്ക് വേണമെന്ന് ആഗ്രഹിച്ച, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക, ഒരു ദുന്യവിയായ കാര്യങ്ങൾക്ക് മാത്രമേ നിന്റെ കൂട്ടുകാരൻ ഉണ്ടാകൂ. പക്ഷേ ആഖിറത്തിലും നിനക്കൊരു കൂട്ടുകാരൻ വേണമെന്ന് ആഗ്രഹിച്ച അല്ലാഹു യക്ഫീഹി, അവനക്ക് അല്ലാഹു മതിയേ, അവനക്ക് അല്ലാഹു മതിയേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അവനെ അല്ലാഹു തൃപ്തിപ്പെടുക, അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടുക. കാരണം എന്താ? ആഖിറത്തിലെ കാര്യങ്ങൾക്കും ദുന്യവിയായ കാര്യങ്ങൾക്കും ഒരു ഉദാഹരണം പറയാ. ചുമലിലൊരു പാമ്പ് ഇങ്ങനെ നിൽക്കുക, നമ്മുടെ ഇതാ ഇവിടെ എത്തി. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനെന്തും ചെയ്യാൻ പറ്റുമോ? ഇത് കൂട്ടുകാരനെന്തും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഉള്ള പാമ്പ് കൂട്ടുകാരൻ ചെയ്യാൻ പറ്റുമോ? ചോദിച്ചതിൻ്റെ ഉത്തരം പറ്റുമോ? പറ്റുമോ? മൂപ്പരെ പാട്ടിന് കൂടിയിട്ടുണ്ടാവില്ലേ? പക്ഷേ നമ്മളെ രക്ഷിക്കാൻ നമുക്കൊരു കൂട്ടുകാരൻ വേണമെന്ന് ആഗ്രഹിച്ച ആരാ വേണ്ടേ? ആരാ വേണ്ടത്? അള്ളാഹു അല്ലേ? സംശയമില്ലെല്ലാവർക്കും. അപ്പോൾ ആ സമയത്ത് രക്ഷിക്കാൻ അള്ളാഹു വേണം. നമ്മളെ ദുന്യവിയായ കൂട്ടുകാരൻ വരൂല. ഖബറിലേക്ക് വരുമോ? ദുന്യവിയായ കൂട്ടുകാരൻ വരുമോ? ഒക്കെ കിടക്കാൻ വാപ്പ വരുമോ? ഉമ്മ വരുമോ? എൻ്റെ മോനാ ഖബറിലുള്ളതെന്ന് പറഞ്ഞിട്ട് വാപ്പ വരുമോ? ഇല്ല. മോൻ വരുമോ? എൻ്റെ വാപ്പ ഖബറിലുള്ളതെന്ന് വെച്ചിട്ട് വരൂല. പക്ഷേ അള്ളാഹു അവന് ഇസ്സത്ത് കൊടുക്കുന്നതാ. ആ ഖബറിൽ അള്ളാഹു താല അവന് നല്ല വിശാലമായ മണ്ണറ അവൻ അള്ളാഹു താല മണിയറയാക്കി കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അള്ളാഹുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ സമയത്തും ദുനിയാവിനും ആഖിറത്തിനും അല്ലാഹുവല്ലാതെ മറ്റൊരാളെ പറ്റൂല. നമുക്ക് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നേരം പോക്കിന്. നമ്മുടെ സമയം ഇങ്ങനെ നമുക്ക് എന്താണ് സെൽഫോണിൽ കളിച്ചു തീർക്കണ്ട, മൊബൈലിൽ ഇങ്ങനെ കളിച്ചു തീർക്കണ്ട, ചാറ്റിങ് വേണ്ട, നമുക്കിനി മറ്റുള്ളവരോടുള്ള ഫിത്ന പറച്ചിൽ വേണ്ട, ഫസാദ് വേണ്ട, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എല്ലാം നമുക്ക് ഒഴിവാക്കി ഇനി മുതൽ നമുക്കൊരു വാട്സപ്പ് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി മുതൽ ടാബ്ലറ്റ് അതുപോലെയുള്ള സെൽഫോൺ എടുത്ത് ഗെയിം കളിച്ചിട്ട് സമയം തീർക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ സീരിയൽ കണ്ടിട്ട് ടൈം കളയണ്ട. ഇപ്പോൾ സീരിയല് ടൈം കളയുന്നില്ലല്ലോ, സീരിയൽ ടൈം കളയാൻ വെച്ചില്ലല്ലോ. കൽബിനൊരു സമാധാനം എൻ്റെ ഉമ്മമാർക്കൊക്കെ. അത് കണ്ടിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം വളരെ ബോറടിയാണ്. അന്നത്തെ ദിവസം നമുക്ക് വളരെ ബോറടിയാണ്, വല്ലാത്ത വിഷമ. ഇന്ന് പരസ്പരം ഇല്ലല്ലോ പടച്ചോനെ. എന്താ നമുക്ക് വിഷമ ഉമ്മമാർക്കൊക്കെ. പണ്ട് കാലത്തെ ഈ ന്യൂ ജനറേഷനും ഓൾഡ് ഫാഷനും ഒക്കെ എടുത്തങ്ങ് നോക്കിയാ എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ ഓൾഡ് കാലത്ത് എന്താ പ്രിയപ്പെട്ട ഉമ്മമാരെ കയ്യിൽ ദസ്പെടുത്തു. നിങ്ങൾ ചിന്തിക്കണം, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓൾഡും ന്യൂവുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടത്തെ ഉമ്മമാർ കയ്യിൽ ദസ്പി എടുത്തു, ഇന്നത്തെ ഉമ്മമാർ കയ്യിൽ റിമോട്ട് എടുത്തു. അല്ലേ? എടുത്തല്ലേ? സംശയമില്ലല്ലോ. പണ്ടത്തെ ഉമ്മമാർ കൈകൊണ്ട് ദസ്ബിമാല ചൊല്ലി അള്ളാഹുവിന് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, പടച്ചോനെ നീ പൊറുക്കണേ അല്ലാ. ഇന്നത്തെ ഉമ്മമാർ നമ്പർ അടിച്ചിട്ട് വെച്ചു, ഇങ്ങനെ നമ്പർ അടിക്കുക. പണ്ടത്തെ ഉമ്മമാർ അള്ളാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞു, ഇന്നത്തെ ഉമ്മമാർ പരസ്പരം കണ്ടിട്ട് കരഞ്ഞു. വ്യത്യാസം എന്താ മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, പണ്ടത്തെ ഉമ്മമാർ അള്ളാഹുമായി എടുത്തു, ഇന്നത്തെ ഉമ്മമാർ അള്ളാഹുമായിട്ട് എടുത്തില്ല, പരസ്പരവുമായിട്ട് എടുത്തു. അതുകൊണ്ട് അള്ളാഹു താല അവനിങ്ങ് നശിപ്പിച്ച് കളയുന്നതാ. ദുനിയാവിൽ മാറാത്ത രോഗങ്ങൾ തന്നെ വിഷമപ്പെടുത്തുക. ദുനിയാവിനെ കൊതിക്കാൻ പാടില്ല. ദുനിയാവല്ല നമുക്ക് വേണ്ടത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നേരം പോക്കിന് നമുക്കെന്താ വേണ്ടത്?
ഖുർആൻ ഓതുകയാണ് അവനക്ക് വേണ്ടത്. ഖുർആൻ പാരായണം ചെയ്യലാണ്. മദ്രസത്തോടെ പരിശുദ്ധமான ഖുർആൻ എടുത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ ഉളൂ എടുത്ത് വന്ന് ആ എന്റെ വീട്ടിൽ നിന്നോ മസ്ജിദിൽ വെച്ചോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്രയോ മനോഹരമായ രീതിയിൽ അങ്ങ് ഓതിക്കഴിഞ്ഞ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്റം الذي علم بالقلم علم الإنسان ما لم يعلم. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യും. ആ ഖുർആൻ അങ്ങ് മനസ്സിലേക്ക് അലയടിച്ചു കൊണ്ടിരിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ നേരം പോക്ക്. അവിടെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. സെൽഫോണിൽ കുത്തിക്കളിച്ചിട്ട് കാര്യമില്ല, സെൽഫോണിൽ കുത്തിക്കളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖുർആന യക്ഫീഹി, ഖുർആൻ എടുത്ത് ഓതലാണ്. അപ്പോൾ ഓൾഡും ന്യൂവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പണ്ടത്തെ കാലഘട്ടം കറക്കി കറക്കി വിളിക്കാൻ തുടങ്ങി. പിന്നത്തെ കാലഘട്ടം കുത്തി കുത്തി വിളിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ തോണ്ടാൻ തുടങ്ങി. ഇപ്പം തോണ്ടി വിളിക്കലാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നക്കി വിളിക്കാൻ തുടങ്ങുന്നൊരു കാലഘട്ടം വരും. അല്ലേ? വരൂലേ? ആദ്യം കറക്കി, പിന്നെ കുത്തി, പിന്നെ തോണ്ടി, അവസാനം എന്തായി? നക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് പോവും. അപ്പം ഇതാണ് ഓൾഡും ന്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഇത്രേ ഉള്ളൂ. ഈ ന്യൂ ജനറേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് കാലം മാറുമ്പോൾ കഥയും മാറണം, നമ്മളും മാറണം എന്നൊക്കെ. നമ്മളെ അറിവിനോ ഇൽമിനോ നമ്മുടെ ഇബാദത്തിനോ ഒരു മാറ്റം ഇതെന്ന് വെച്ചാൽ അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരിത് ആകാൻ പാടില്ല. അള്ളാഹുമായി അടുക്കാൻ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. ഇൽമിൻ്റെ കാര്യത്തിൽ നമുക്കൊരു മാറ്റമില്ലല്ലോ. പോയും ഇങ്ങനെ ഉമ്മാക്ക് ഫിത്തന പറഞ്ഞിട്ട് മടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സഹോദരന്മാർക്കോ സിഗരറ്റ് വലിച്ചിട്ടോ വെള്ളം അടിച്ചിട്ടോ വല്ല പൊമ്പിള്ളേറെ വായി നോക്കിയിട്ടോ മടുക്കുന്നുമില്ല. അപ്പം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അതിനൊരു മാറ്റം നമുക്ക് വരുന്നില്ല. നമ്മളെ കോലവും മാറ്റമൊക്കെ മാറ്റണം. ഇന്നത്തെ എന്താ മുടിയൊക്കെ കണ്ട സുബ്ഹാനല്ലാഹു നീ കാക്കണേ പടച്ചോനെ, കാട് പിടിച്ച പോലെ ഉണ്ടാകുക. കാട് പിറകിലിരിക്കണം. വന്യജീവികളെല്ലാം അതിലുണ്ടാവും. പടച്ചോനെ നീ കാക്കണേ പടച്ചോനെ. ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കി നിന്നിട്ട് മൂപ്പരിങ്ങനെ നടക്കുക. അല്ലാഹുവേ നീ കാക്കണേ പടച്ചോനെ, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹ് അവനെ നരകത്തിൻ്റെ ബ്ലേഡുകൾ കൊണ്ട് അവൻ്റെ മുടി സുബ്ഹാനല്ലാഹ് എനിക്ക് പറയുമ്പം തന്നെ ഇതൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുമ്പം തന്നെ എന്തൊക്കെയാകുന്ന. അല്ലാഹ് അജ്ർനി മിനന്നാർ, പടച്ചോനെ നീ നരകമേ അല്ലാഹ് നീ കാക്കണേ പടച്ചോനെ. ആ ചിന്ത, ഇങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണോ? അള്ളാഹുവിൻ്റെ ദുനിയാവിനെ അങ്ങ് മറന്നുപോയ ആഖിറത്തെ നിങ്ങൾക്ക് ഓർക്കണോ? വേണോ? ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെയൊരു നിങ്ങൾക്ക് എപ്പോഴും ഉപദേശം പറഞ്ഞു തരാ. മിസ്അബേ, മരണമുണ്ട് മിസ്അബേ നിനക്ക്. മിസ്അബേ, ഇത് കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി തരാ. നിനക്കൊരു വായിദ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാ, അങ്ങനെയുള്ളൊരു വ്യക്തി അവനക്ക് വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ വേണ്ടത്? അവനക്ക് എന്താണ് വേണ്ടത്? ഫൽ മൗതു യക്ഫീഹി, അവനക്ക് മരണം മതിയേ. മരണമാണ്, മൗത്തിനെ ഓർക്കലാണ്. പോയി ഇങ്ങനെ ഓർത്തു നോക്കിയേ. നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ആരാൻ്റെ മാങ്ങ എറിയാൻ പോകുമ്പോൾ, പള്ളിയിലെ മാങ്ങ വെക്കാൻ പോകുമ്പോൾ, പിന്നെ കള്ള് കുടിക്കാൻ പോകുമ്പോൾ, അന്യ പെണ്ണിനെ നോക്കാൻ പോകുമ്പോൾ, എന്താ അന്നേരം ആലോചിച്ച് നോക്കുക. അല്ലാ മരണമില്ല പടച്ചോനെ, അല്ലാ മരണമില്ല പടച്ചോനെ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്കത് മാറിക്കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെപ്പോഴും ഒരിക്കലും നമുക്ക് കിട്ടിയാൽ മതിയാവില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അന്തസ്സോടെ ഐശ്വര്യത്തോടെ നാട്ടിലെപ്പോയി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കാരണത്താൽ നമുക്കത് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഒമൻ അറാദ
എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഐശ്വര്യം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നതിൽ അവനെ തൃപ്തിപ്പെടുക. അള്ളാഹു തന്നതിൽ നമ്മളെല്ലാവരും അതിൽ നിന്ന് മനസ്സിൽ നിന്ന് തൃപ്തിപ്പെട്ടു നോക്കിയേ. അള്ളാഹു ഐശ്വര്യം തരുന്നതാണ്, എല്ലാ ഇജ്ജത്തും അള്ളാഹു തആല തരുന്നതാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 40 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ കൊണ്ടൊരാളും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ 4 കാര്യവും ഒരാൾ പോലും ശ്രദ്ധിച്ചില്ല, ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചില്ല, അങ്ങനെ വന്നാൽ നിങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസേ ഉള്ളൂ എന്നാണ്. അങ്ങനെ ഒന്നായ ഫന്നാറു യക്ഫീഹി, അവനക്ക് നരകം മതിയാവുന്ന. ഈ 4 ഉപദേശങ്ങളും ആരും ഉൾക്കൊണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഫന്നാറു യക്ഫീഹി, അവൻ്റെ മരണം മതി എന്ന് കാല നബിയുന ഷഫീഉന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനല്ല പറയുന്നത്, ലോകത്തിൻ്റെ പ്രവാചകനായ തിരു ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ഈമാൻ കൊണ്ടുവരണം, ഹൃദയത്തെ ലോലമാക്കണം. മുൽക്കാത്തുൽ ഖുലൂബ്, ഹൃദയത്തെ അങ്ങ് ലോലമാക്കിയെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മകളെ മാത്രം അങ്ങ് കൊണ്ടുവരണം. ആധുനിക കാലഘട്ടത്തിൽ ഇന്നത്തെ മനുഷ്യ സമുദായം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മറന്നു പോകുന്നൊരു സ്വഭാവം. നമ്മളിന്ന് അള്ളാഹുവിനെ കാണുന്നില്ല എന്നുള്ളൊരു ബോധത്തോടെ ആയിരിക്കണം നമ്മുടെ ഇബാദത്തൊക്കെ. അള്ളാഹുവിനെ കാണുന്നുണ്ടല്ലോ, അള്ളാഹ് എന്നെ കാണുന്നുണ്ടല്ലോ. ഇഹ്സാനിനെ കുറിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മയെന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരേ, അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നെന്നുള്ള ഒരു ബോധത്തോടെ ആയിരിക്കണം നിന്റെ ഇബാദത്ത്. ഒരു ബോധത്തോടെ ആയിരിക്കണം നിന്റെ ഇബാദത്ത്. ആ ഇബാദത്തില്ലാതെ ഇന്നത്തെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോ ദുനിയാവിനെ ഓർത്തുകൊണ്ട് ദുനിയാവിന്റെ എല്ലാ സുഖാരങ്ങളെയും നമ്മൾ ഇന്ന് മനസ്സിലേക്ക് അലയടിച്ചു വരുമ്പോ, 1000ന്റെ നോട്ട് കാണുമ്പോ പടച്ചോന പറന്നു പോകുന്ന ഡോറലുകൾ അങ്ങനെയുള്ള പൈസയുടെ കെട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു തരുമ്പോ, അതിന് വേണ്ടി എന്ത് കൊല ചെയ്യാനും പെണ്ണ് പിടിക്കാനും എല്ലാ തെറ്റുകളും കൂമ്പാരങ്ങളും നടത്താനും എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ തയ്യാറായ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ആ നരകമുണ്ടെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണമേ. ഇതിനിടക്കാണ് നമ്മൾ 17 എൻ്റെ ഓർമ്മയിൽ 17 വാഹനങ്ങൾ, 17 ബൈക്ക് കാസർഗോഡിലെ കുട്ടികൾ കട്ടുകൊണ്ടുപോയത്. ബൈക്ക് കക്കാനും മദ്യം പിന്നെ കക്കൂലല്ലോ, ഡീസൻറ്റിൽ പോയി വാങ്ങുന്ന സ്വഭാവമല്ലോ അല്ലേ. ഇങ്ങനെ കൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും ഇന്ന് തിരക്കാം. ഞാൻ എൻ്റെ നാട്ടിലുള്ള ഒരാൾ, ഞാൻ ആരാന്ന് പറയുന്നില്ല, ഒരു മുസ്ലിം സഹോദരനാണ്. അപ്പോൾ മൂപ്പര് ഇവിടെ ക്യൂ നിൽക്കുക. മൂപ്പര് ബീവറേജിൻ്റെ മുന്നിൽ എന്തിനെ? വെള്ളം അടിക്കാൻ. ഒരു മുസ്ലിം. അപ്പം ഇത് കാസർഗോഡ് ഇല്ലയെന്നൊരിക്കലും ഞാൻ പറയൂല. ഇന്ന് എവിടെ നോക്കിയാലും ഇന്ന് ആദ്യത്തെ പേജ് മറിച്ച് നോക്കിയാൽ കാണാം. എൻ്റെ കണ്ണൂർ ഞാൻ പറയാൻ നിൽക്കുന്നില്ല, എല്ലാം കണക്ക് തന്നെയാണ്. പിന്നെ ആദ്യം ഒരു പേജ് വായിച്ചു നോക്കിയ റഹ്മാൻ, എന്താ വിദേശ മദ്യ കടത്ത്, എന്തൊക്കെ ഉണ്ടാകുക, കഞ്ചാവ് കടത്ത്, മുതലാശി കടത്ത് ഒക്കെ ഇന്ന് മുസ്ലിം സമുദായ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമുദായം അതിനാണ് അടിച്ചായിരിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ നബിയുനാ ഷഫീഉനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടാണ്, റസൂലുള്ളാഹിനെ കണ്ടിട്ടാണ് എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നെ നമ്മളെ കണ്ട ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നൊരു ലക്ഷണമാണ്. അപ്പോൾ ഒരു കൊടകിലുള്ള ഒരു സുഹൃത്ത് മുസ്തഫ എന്ന് പറയുന്ന, ഞാൻ പഠിക്കുന്ന പാലോട്ട് പള്ളിയിൽ ദർസിൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്.
പരിശുദ്ധമാർന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നവനാണ്. ഇൻഷാ അല്ലാഹ് എന്നോടിങ്ങനെ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് എനിക്ക് പോലും പടച്ചോനെ അത്ര ഈമാൻ എനിക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് തന്നെ ആർക്ക് പോലും അത്ര ഈമാൻ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റു മതസ്ഥരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാർന്ന കിതാബുകൾ ഓതുന്ന അള്ളാഹുമായിട്ട് വളരെയധികം അടുക്കുന്നൊരു സഹോദരനാണ്. അള്ളാഹു താല കബൂലാക്കട്ടെ, പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ, സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അന്ന് വെള്ളം കുടിക്കുന്നവരെ ഒരു 10 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുമായിട്ട് അടുക്കുക, പടച്ചോനുമായിട്ട് നമ്മൾ അടുക്കണം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനും ഇസ്ലാം എന്താണ് ഇത്ര കാര്യം ഞാൻ പബ്ലിക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അത്യാവശ്യമായ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ ഉപ്പമാർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഉമ്മമാർ ചിന്തിക്കുക, നല്ല മോന് ഞങ്ങളെക്കുറിച്ചൊരു കുറ്റവും പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാ, എല്ലാ വായിലും വന്നിട്ട് ഞങ്ങളെക്കുറിച്ചിട്ടേ കുറ്റമുള്ളൂ. ഫിത്ന ഉസ്താദുമാർ വന്ന് ഞങ്ങളെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാർ മനസ്സിലാക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. മാതാവ് മനസ്സിലാക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കടക്കല്ലേ ഉപ്പമാർക്ക് അതൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ മനസ്സാകെ ഒരു കുളിർത്തല. ഇന്ന് പോയിട്ട് കുറേ പറയാനുണ്ട്. ആഹാ, ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാർ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് എവിടെ നോക്കിയാലും ഇന്ന് കണ്ണടിക്കാനും തിരിച്ചങ്ങോട്ട് കൊടുക്കാനും ഡയറി മിൽക്ക് വാങ്ങാനും. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ ആലോചിച്ച് പോവാ, പടച്ചോനെ ഇത്രക്കും ആയിപ്പോയോ അല്ലാ. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ മൂഡ് ഓഫായി വരിക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്താന്ന്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ലടോ. ഞാൻ പറഞ്ഞു ഉണ്ട്, പ്രശ്നം എന്തോ ഉണ്ട്. അത് വയറുവേദന. ചോദിച്ചു ആർക്കാ? എനിക്കല്ല. ആയിരിക്കാ? എൻ്റെ ലൈനിന് വയന്ന് വയറുവേദന, അതിൻ്റെ വിഷമം. മൂപ്പര് 6ാം ക്ലാസ് പഠിക്കുന്ന പീക്കിരിക്ക്
ലൈന് വയറുവേദനയായിട്ട് മൂപ്പരിക്ക് വയറ് പോയി. എനിക്ക് അന്ന് ആ സമയത്ത് ഇത്രക്കും എന്താന്ന് പറയാ, നമ്മൾ പറയാറുണ്ട് നമ്മളെ കണ്ണൂർ ഭാഷയിൽ മുട്ടയെന്നിങ്ങ് വിരിഞ്ഞിട്ടില്ല അന്നേരമല്ല ഒരു പ്രേമം. അപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയാ അവൾക്ക് വയറുവേദനയാണ്, എനക്കൊരു വിഷമം. ഇത് കേട്ടേരം തന്നെ എനിക്ക് തല്ലിയാണോ വേണ്ടേ, ഉപദേശിച്ചു കൊടുക്കുകയാണോ വേണ്ടതെന്ന് എനിക്ക് തോന്നി. അപ്പോ ഇതെന്താണ് വേണ്ടതെന്ന് തന്നെ എനിക്കു തന്നെ അതിശയപ്പെട്ടു പോയി. അപ്പൊ ഈ പീക്കിരികൾ പോലും ഇങ്ങനെയാണെങ്കിൽ ഈ 18 വയസ്സായ നമ്മൾ പറയുന്നില്ലേ, മുതിർന്നവരെ കണ്ടിട്ട് ഇളയവർ പഠിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ മോനും അങ്ങനെ തന്നെയല്ലേ പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ 18 വയസ്സുള്ള ഈ കുട്ടിക്ക് കയ്യെന്ന് ചെറുങ്ങനെ മുറിഞ്ഞ എന്തായിരിക്കും വിഷമം ഉണ്ടാകുക എന്ന് ആലോചിച്ചു പോവുകയാ. ഇന്ന് പ്രണയത്തിന് എന്നെ അടിക്കാവുന്നൊരു കാലഘട്ടം വന്നിരിക്കുകയാ. അന്യ പെണ്ണുമായി സംസാരിക്കുകയാണ്, അന്യ പെണ്ണുമായി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അവളുമായിട്ടുള്ള സംസാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രായത്തിൽ നിങ്ങളോട് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്, ലജ്ജ തോന്നി പോവുകയാ. കാരണം എല്ലാം കണ്ണിലൂടെ കണ്ടുപോക്കല്ലേ. ഇങ്ങനെ ലൈവ് TV തുറന്നു വെച്ചതുപോലെ, ലൈവ് TV തുറന്നത് വെച്ചുപോലെ ഇന്ന് എവിടെ നോക്കിയാലും വിളിച്ചോട്ടമാണ്. പ്രണയത്തിൻ്റെ സിനിമ ഇറങ്ങിയപ്പോ, പ്രണയത്തിൻ്റെ സിനിമ എന്നിറങ്ങിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിന് വേണ്ടി തുള്ളിച്ചാടാ നമ്മളെ ഓടിയില്ലേ. കാസർഗോഡിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്കൂൾ വിദ്യാർത്ഥിയാണ് ഞാൻ. വൈകുന്നേരം എൻ്റെ സ്കൂളിൻ്റെ പരിസരത്ത് വന്ന് നോക്കിയാ 4 മൂലയുടെ കാസിലോമിൽ നിന്ന് ഓരോ മൂലകളിലായി ഒരു പെണ്ണും ഒരു ആണും നിന്നിട്ട് വർത്തമാനം പറയാ. കൊഞ്ചിക്കുയെന്നൊരു കാലഘട്ടത്തിലേക്ക് +1 +2 വിദ്യാർത്ഥികളിന്ന് സെന്റ് ഓഫ് ആഘോഷത്തിന് വേണ്ടി ഞാൻ ഇന്ന് കാസർഗോഡ് നിന്ന് വാതിലേക്ക് കടന്നു വരുമ്പോ ഞാനിതാ ഒരു സംഭവം കണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, അല്ലാ പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ നാടിന്റെ അടുത്തുള്ളൊരു സ്കൂളിൽ നിന്ന് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ആണും പെണ്ണുമായി കെട്ടിപ്പിടിക്കുന്നൊരു അല്ലാ നീ കാക്കണേ പടച്ചവനെ, പടച്ചവനെ നീ കാക്കണേ അല്ലാ. നിന്റെ അസാബിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഒരാണും ഒരു പെണ്ണുമായി കൊണ്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വ്യഭിചാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണമുണ്ട്. സെന്റ് ഓഫിന് എത്രയോ കുട്ടികൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആണും പെണ്ണുമായി തുള്ളിച്ചാടുകയാ, ആണും പെണ്ണുമായി തുള്ളിച്ചാടുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടം എന്ന ജൂൺ ജനറേഷൻ എന്ന പേര് കുത്തിക്കൊണ്ട് അല്ലാഹുവിനോട് കളിക്കല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പടച്ച തമ്പുരാനോട് കളിക്കല്ലേ, തീക്കുള്ളിയിൽ പോയി ചാടല്ലേ. അല്ലാഹു അങ്ങ് പൊള്ളിച്ചു കഴിഞ്ഞ പടച്ചു തമ്പുരാ ഈ പ്രപഞ്ചമാകെ അല്ലാഹു തആല തകർത്ത് കഴിഞ്ഞ ഞാനല്ല പറയുന്നത്, പരിശുദ്ധമാർന്ന ഖുർആനാണ്. ഇദാ സുൽസിലത്തുൽ അർദു സിൽസാലഹാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസമുണ്ടല്ലോ, ജപ്പാനിന്റെ വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ജപ്പാനിനെ കുറിച്ച് അറിഞ്ഞില്ലേ? ആദ്യമായി കൊണ്ട് മഫ്തയെ എതിർത്ത ജപ്പാനുണ്ടല്ലോ, ആ ജപ്പാൻ പോലും പടച്ച തമ്പുരാനങ്ങ് തകർത്ത് കളഞ്ഞപ്പോ ഈ കൊച്ചു കേരളത്തിലെ അല്ലാഹു തആലയുടെ നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര ഭാര്യകളായ മക്കളായ മാന്യമഹത്തുക്കളെ അവരെ ധരിച്ച തട്ടത്തെ കളിയാകുന്ന എൻ്റെ കാസർഗോഡിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മൾ കാണുന്നതാണ് നഗരസഭയുടെ പ്ലാനറ്റ് കെട്ടിയതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വടിച്ചു കൊണ്ടുപോവുകയാ. നഗരസഭയുടെ ഒരു അംഗം പോലെയാണ് അതിൻ്റെ ജോലി ചെയ്യാ. ഇത്ര ഒന്നുള്ള താബ് ഫർദ എന്താ വവ്വാല്, ഇവിടെ എന്താ പറയാന്നറിയില്ല, കടവാതില വവ്വാലും കടവാതിലൊക്കെയാണ് ഓരോ ഭാഷയിൽ അങ്ങനെയാണ്. അപ്പോൾ വവ്വാല് നയിച്ചു കൊണ്ടുപോകുന്ന പോലെ ഫർദ, ഇത്ര വലിയ ഫർദ ഇട്ടിട്ട് എൻ്റെ ഉമ്മമാരെ നഗരസഭ ഇങ്ങനെ കൊണ്ടുപോവുക. ഇവിടെ ഒരു സൈഡ് വെക്കും, തിരിച്ചു വരുമ്പോൾ അതിലോടി വരിക, അതും പഠിച്ചു കൊണ്ടുപോയി അവിടെ എത്തുമ്പോൾ നഗരസഭൻ്റെ പ്ലാൻ എത്തുമ്പോൾ ഇങ്ങനെ ഒരു തട്ട എൻ്റെ അതൊക്കെ അതിലത്തേക്കും.
ഇതാ അവസ്ഥ. പിന്നിന്ന് ഫാഷനല്ലേ, കീശ വന്ന് എന്തൊക്കെയാ വരികയെന്ന് പഠിച്ചോനറിയാം. ഇനി ഫർദ ഇങ്ങനെ കയറിയിട്ടുണ്ടാകുക. ഇതിന് നിങ്ങൾ ഫർദ ധരിച്ചിട്ട് കാര്യമുണ്ടോ? ഫർദ ധരിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ തന്നെ പറയും, ഉണ്ടോ? അതിനെ കൊണ്ട് ഒരു കാര്യമുണ്ടോ? ഉപ്പമാർക്ക് പറയാൻ നല്ല ആവേശമല്ലേ. കാരണം ഉമ്മമാർ പറയും, ഭർത്താവ് നയിച്ചിട്ടുണ്ടാക്കിയ പൈസനെ കൊണ്ടല്ലേ ഞങ്ങൾക്കൊക്കെ വാങ്ങി തന്നിന്. അപ്പം അതിൻ്റെ കുറ്റം കൂടി ഉണ്ടല്ലോ അല്ലേ. അപ്പം ഒന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മമാരുടെ അവസ്ഥ. ഇൽമിൻ്റെ സദസ്സിലേക്ക് വരുമ്പം പോയി ഒട്ടകത്തിൻ്റെ കൂന പോലെ മുടികെട്ടിയിട്ട് എൻ്റെ ഉമ്മമാർ വരിക. അതിലൊന്നും യാതൊരു അളവും ആർക്കുമില്ല. ഇതാണ് അവസ്ഥ. ഈ ആധുനിക കാലഘട്ടം ഇങ്ങനെ പോയാൽ ശരിയാവോ? ഇന്ന് DJ സോങ്, മെലഡി സോങ് എന്ന് എന്ത് പറഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സിനിമക്ക് എഡിറ്റാണ് നമ്മൾ. എന്നോടൊരു കുട്ടി വന്നിട്ട് ചോദിച്ചു, വീട്ടിൽ നിന്ന് സിനിമ കാണുന്നതാണോ പ്രശ്നം ഏറ്റവും കൂടുതൽ കുറ്റം, മൊബൈലിൽ നിന്ന് സിനിമ കാണുന്നതാണോ കുറ്റം, ടാക്കീസിൽ പോയി സിനിമ കാണുന്നതാണോ കുറ്റം? ഞാൻ എന്ത് മറുപടിയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? അന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അതേ സ്ഥാനത്തൊരു ഉമ്മമാണ്. ഉമ്മമാർ പരസ്പരം കണ്ടെടുക്ക് ആരെങ്കിലും ഒരാൾ മറ്റോളെ വന്ന് കൊല്ലാൻ പോവാ, ഉമ്മമാർ പടച്ചോനോട് കയ്യർത്തിയിട്ട്, അല്ലാ ഓളെ കാക്കണേ പടച്ചോനെ, ഇപ്പം ആരെങ്കിലും വന്ന് ഓളെ തല്ലും പടച്ചോനെ, ആരെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കണേ, പോലീസിനെ എത്തിക്കണം, പട്ടാളത്തിനെ എത്തിക്കണം എന്നിട്ട് രണ്ട് കയ്യർത്തിയിട്ട് എൻ്റെ ഉമ്മമാർ ദുആ ചെയ്യാം, പടച്ചോനോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇത് പറ്റുമോ? ഉമ്മമാരെ കേൾക്കുന്നില്ലേ? നിങ്ങളൊക്കെ കണ്ണട വെച്ചോട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങള്ള കണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മുടെ അവസ്ഥ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഇങ്ങനെയുള്ളൊരു സ്വഭാവം നമ്മൾ കാണിച്ചു വെച്ചാൽ മഹദിയായ ആയിഷ ബീവിയെ കളിയാക്കുന്നത് പോലെയല്ലേ, മഹദിയായ ഫാത്തിമ ബീവിയെ കളിയാക്കുന്നത് പോലെയല്ലേ? ഇതിനേക്കാൾ നിങ്ങൾ ഒന്നുകൂടാതെ നടക്കുന്നതാണ്, അതാണ് ഏറ്റവും ഹൈറ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മറ്റുള്ളവരെ നമ്മൾ അവരെന്താണോ ചെയ്തത്, ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോൾ നമ്മൾ താടി വെച്ചു, അപ്പം നടന്മാരെന്ത് ചെയ്തോ അത് നമ്മളും ചെയ്തു. ഇതാണ് നമ്മുടെ സ്വഭാവം, ഇതാണ് നമ്മുടെ ശൈലി. നാടക്ക് എൻ്റെ ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി, ക്ലാസ്സിൽ എല്ലാവർക്കും എന്താ പാകല് പിടിച്ച പോലെയായി ഹിന്ദിയിൽ. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണം ഇട്ടോളി, ഞാനൊന്നും പറയുന്നില്ല. സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണം ഇട്ടോളി, പൈസ ഉണ്ട് പൈസ ഇട്ടോളി. ഇൻഷാ അല്ലാഹ് കല്ലും മണ്ണൊന്നും വാരിയിടണ്ട, ഇൻഷാ അല്ലാഹ് പണിയാക്കണ്ട. ഇൻഷാ അല്ലാഹ് ഉമ്മമാർ സ്വർണ്ണം ഇടാൻ കഴിയുന്നവർ നല്ല സ്വർണം കൊടുത്തിട്ട് മഹദിയായ ഫാത്തിമാബിയുടെ ചരിത്രം നമ്മളാക്കണം. അല്ലാതെ മറ്റുള്ള നടിമാരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഹദിയായ ഫാത്തിമ ബീവിയുടെ ചരിത്രം, മഹദിയായ ഖദീജ ബീവിയുടെ എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്ത മഹദിമാരുടെ ചരിത്രം അങ്ങെടുത്ത് പഠിച്ചു നോക്കിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വർണ്ണിട്ട് നടക്കാൻ നിങ്ങൾക്ക് തോന്നൂല. സ്വർണം കൊടുത്ത് സ്വർഗം വിലക്ക് വാങ്ങിക്കോളി ഇൻഷാ അല്ലാഹ്, അതാണ് ഹൈറ്. അപ്പോൾ എൻ്റെ ഉമ്മമാർ സ്വർണം കൊടുക്കാൻ കഴിയുന്നവർ സ്വർണം കൊടുക്കുക. ഉപ്പമാരും സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വർണം വാങ്ങുന്ന ആ പൈസയില്ലേ ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും. അപ്പോൾ എല്ലാവരും തരണം, മടിക്കാതെ എല്ലാവരും തരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ശൈലിയിൽ നമ്മൾ നടന്ന അള്ളാഹു നമുക്ക് ഹൈറ് തരുന്നതാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലെ ഞാൻ പറഞ്ഞു വെച്ചത്, മൂപ്പര് എന്താ ഈ പുതിയൊരു സിനിമയുടെ പേര് എന്താണ്, ഒരു ചാർലി, അങ്ങനെയുള്ളൊരു പേര്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഷർട്ടുണ്ട്, അതിൻ്റെ അടിയിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. പിന്നെന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പള്ളിയിൽ ജുമാസ്കാരം കണ്ടിട്ട് കഴിയുമ്പോൾ എന്നോട് പറയാ, ഞാൻ വണ്ണം വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും. പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചേ.
ഞാൻ വണ്ണം വെച്ചാ ദുൽഖർ വെച്ച പോലെ താടി ഞാൻ വെക്കുമെന്ന് പറയാ. ഏത് കുട്ടിയാ പറഞ്ഞത്? അള്ളാന്റെ റസൂലുള്ളാന്റെ ആ കാര്യം ഞാൻ പിൻപറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മുടെ കൽബ് നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? വേണ്ടേ? നമ്മൾ കാറൊക്കെ നമ്മളൊക്കെ റെഡിയാക്കാറുണ്ട്. കാറൊക്കെ ഇടയ്ക്കൊന്ന് ബ്രേക്കിനായിട്ട് ശരിയാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മനസ്സൊന്ന് ശരിയാക്കാനുണ്ടല്ലോ. അത് മനസ്സിനെ നന്നാക്കാനുള്ളൊരു മരുന്ന്. അത് ഹംസ 4 കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി രണ്ടാമൻ പറയുന്നൊരു ബൈത്തിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തത് തന്നെ നമ്മൾ മനസ്സിലാക്കണ്ട. എല്ലാവരും കേൾക്കുന്നില്ലേ? ഇല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ അതിലൊന്നാമത്തെ കാര്യം, മനസ്സിനെ നന്നാക്കാൻ സാധിക്കുന്ന, മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം ഏതെന്ന് അറിയണോ? അർത്ഥമോർത്ത് കൊണ്ട് ഖുർആൻ പാരായണ ചെയ്യലാണ്. ഞാൻ ഓതുന്നതിന്റെ ഖുർആനിന്റെ പരിഭാഷ ഓർത്തുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനിർ റഹീമായ അല്ലാഹുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദായ അറക്കൽ അബ്ദുർ റസാഖ് ദാരിമി ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം ഓതി തന്നപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവേ പടച്ചോനെ, അതിൻ്റെയൊക്കെ വിശദീകരണം തന്നെ എത്രയോ ഉണ്ട്. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ നീ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ. അല്ലാഹ് ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തരുന്നവരാണ്. അല്ലാഹ് അവരെ നീ അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ പടച്ചോനെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അർത്ഥമോർത്തുകൊണ്ട് ഖുർആനോതുകളാണ്. റഹ്മാൻ റഹീമായ അല്ലാഹു എന്ന് വെച്ചാ ദുനിയാവിലെ കള്ളു കുടിച്ചവനും പെണ്ണ് പിടിച്ചവനായ റഹ്മാനായ അല്ലാഹു, ദുനിയാവിലെ കള്ളു കുടിച്ചവനും പെണ്ണ് പിടിച്ചവനും ദമാടിത്തറ നടത്തിയവനും നിസ്കരിച്ചവനും നിസ്കരിക്കാത്തവനും അല്ലാഹു തആല ഗുണം ചെയ്യുന്നതാണ്. അല്ലാഹു തആല എല്ലാ ഗുണങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ റഹീമായ അല്ലാഹു തആല അങ്ങനെയല്ല. ദുനിയാവില് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു താല അവൻ്റെ സ്വർഗം കൊടുക്കുള്ളൂ. ഇവിടെ അർശിൻ്റെ തണല് ലഭിക്കുള്ളൂ അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം അതിൽ ഒന്ന് നമുക്ക് ലഭിച്ചു. ഇത് നിങ്ങൾക്കൊന്നും വളരെ പ്രയാസമാണ്. ഇത് ഒതുക്കി കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇത് നിങ്ങൾ പറഞ്ഞാൽ പിടിക്കൂല. ഇത് ചിലർക്ക് നിങ്ങൾക്ക് പിടിച്ചെന്ന് വരാത്തൊരു കാര്യം ഇത്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ഭക്ഷണം കുറക്കല. അത് പറ്റുമോ എന്നുള്ളൊരു കാര്യം വിഷമ അല്ലേ? അതിൽ അളവ് കിട്ടുമോയെന്ന് അറിയില്ല. കാരണം രാവിലെ തന്നെ ഇറങ്ങും, പൈസ എടുക്കും, ഷവായി തന്തൂരി ഒക്കെ വാരി വലിച്ച് കയറ്റുന്ന സ്വഭാവമല്ലേ? ചിക്കൻ 65, 45 എന്തൊക്കെയാ നമ്മൾ വാരി വലിച്ചിട്ട് അടിച്ച് കയറ്റുക. വയറൊക്കെ കുമ്പയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി ഇങ്ങനെ നടക്കുക. അത് പറ്റൂല. കാരണം ഉറക്ക കൂടുതലാണ്. രാവിലെ തന്നെ ഉറക്കാണ് മനുഷ്യന്മാർക്ക്. ഉറക്കിനെ ഒഴിവാക്കണം നമ്മൾ പരമാവധി എന്ന് പറഞ്ഞാൽ. ഉറക്കിനെ ഒഴിവാക്കാൻ പാടില്ല എന്നല്ല. പിന്നെ സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് പറ്റൂല, അസ്റിന് ശേഷമുള്ള ഉറക്ക് പറ്റൂല. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എൻ്റെ ഉമ്മമാർക്കൊന്നും പിടിക്കാത്ത കാര്യമാണ്. ഇത് തീരെ പിടിച്ചണമല്ല. ഈ മൂന്നാമത്തത് രാത്രി തഹജ്ജുദിനെ എണീച്ച് നിസ്കരിക്കലാണ്. സുബൈക്ക് നിസ്കരിക്കാത്ത ആളല്ലേ തഹജ്ജുദിന് നിസ്കരിക്കാൻ പോണല്ലേ? സുബൈ നിസ്കരിക്കാത്ത ആളല്ലേ തഹജ്ജുദ് നിസ്കരിക്കാൻ പോണല്ലേ? അള്ളാന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുളി മുഴങ്ങുമ്പോൾ അസ്സലാത്തു ഖൈറും മിനന്നൗം
ഉറക്കിനേക്കാൾ നല്ലത്, ഉറക്കിനേക്കാൾ ഹൈർ എന്താണ്? നിസ്കാരമാണെന്ന് അള്ളാഹുവിൻ്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് ഉണരാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചെവിയിലേക്ക് ദജ്ജാൽ ശീത്താമ നോയി തരിക. എടാ മിസ്സബേ, നീ എഴുന്നേക്കണ്ട മിസ്സബേ, സമയമായിട്ടില്ല, ഇജ്ജ് കടന്നോ, ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ബാങ്ക് കൊടുത്തതിനാ പറയും നിസ്കാരം തുടങ്ങിയിട്ടല്ലേ. നിസ്കാരം കഴിയാനാവുമ്പോൾ നമുക്ക് കയറാം. നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് കയറാന്ന് ചവിട്ടിലിങ്ങനെ ഊതിത്തരും. അത് കേട്ടിട്ട് പുതപ്പിൽ നല്ല AC റൂമിൽ നല്ല എനിക്ക് കിടക്കുക, ഒന്നും അറിയുന്നില്ലല്ലോ, നല്ല സന്തോഷത്തോടെ കിടക്കുക. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ തഹജ്ജുദിന് വല്ലാത്ത പ്രാധാന്യമാണ് അല്ലാഹു തആല കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പറയാറുണ്ട്, നിങ്ങളൊക്കെ എന്നോ എല്ലാവരോടും നിങ്ങൾ ചോദിക്കുന്ന കാര്യമാ, ഞങ്ങൾ പലിശ എടുക്കാൻ കാരണം എന്താ? അല്ലാഹു തആല നമുക്ക് പൈസ തരാത്തത് കൊണ്ടല്ലേ? ഏത് പ്രിയപ്പെട്ട ഉമ്മയാണ് രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു തആലക്ക് തഹജ്ജുദ് നമസ്കാരത്തിന് നേരിട്ട്, അല്ലാ എൻ്റെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ, എൻ്റെ വിഷമങ്ങൾ നീ മാറ്റണേ അല്ലാ എന്ന് പറയുന്ന ആരാണ് നീ സദസ്സിലുള്ളത്? അത് പറയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാ, അത് നീ പറയുന്നവരോട് ചോദിച്ചു നോക്കിയാ, ഞാൻ എൻ്റെ ഉമ്മാനെ പുകഴ്ത്തുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് രണ്ട് കൈകളും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാ എൻ്റെ രണ്ട് മക്കളെ നീ ആലിമീങ്ങളാക്കണേ അല്ലാ, നിന്റെ ഇൽമ പഠിക്കുന്ന, നിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന രണ്ട് നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാ എൻ്റെ കൊച്ചന് തന്നെ ഇന്ന് 5 ജുസായി ഞാൻ ഇന്ന് പരിശുദ്ധമായ ഹദീസുകളെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് ഈ പ്രായത്തിൽ തന്നെ, ഇന്ന് 13-ാം വയസ്സിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തിക്കൊണ്ട് സംസാരിക്കാൻ അല്ലാഹു തആല എനിക്ക് തൗഫീഖ് തന്നില്ലേ? പടച്ച തമ്പുരാൻ എനിക്ക് തൗഫീഖ് തന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നതാണ്. അർദ്ധരാത്രിയാണ്, അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നതാ. കാരണം എന്താ? അല്ലാഹു തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എൻ്റെ ഏത് ആബിദാണ്, ആരാണ് എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഈ പാതിരാത്രി പോലും നിൽക്കുന്നത് ആരാണെന്ന് ഓർത്ത് അല്ലാഹു തആല അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയൊന്നും ശരിയാവുന്നില്ല. ശരിയാത്തുന്നുണ്ടാ? രണ്ട് കണ്ണും നിന്നും കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം, മനസ്സങ്ങ് അലിഞ്ഞു പോകണം. വെറുതെ നമ്മൾ മുളക് തേച്ചിട്ട് കണ്ണീരൊഴിക്കാനല്ല പറഞ്ഞത്. നാളെ പോയിട്ട് കാന്താരി മുളകെടുത്തിട്ട് കണ്ണെത്തിച്ച് ഇല്ല പറഞ്ഞത്, അങ്ങനല്ല പറഞ്ഞത്. മനസ്സലിഞ്ഞു പോയിട്ട് കരയണം. ഒക്കെ പറ്റുമോ? നമ്മുടെ കൽബിനെ ലോലാക്കണ്ടേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ആ 4 കാര്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ ലോലമാക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ശ്രേഷ്ഠരായ സജ്ജനങ്ങളുടെ കൂടെ സഹവസിക്കൽ. നമുക്കത് പറ്റൂലല്ലോ. നല്ല ആലിമ്യങ്ങളുടെ കൂടെ, നല്ലവരുടെ കൂടെ നമുക്ക് പറ്റൂല. നമുക്ക് ആരെ ഓട്ടോഗ്രാഫിനെ പോവാ? നമ്മൾ സിനിമാ നടന്മാരുടെ ഓട്ടോഗ്രാഫിനും അവരുടെ കൂടെ നടക്കാനും അവരുടെ കൂടെ ചിരിച്ചാലും അവരുടെ കൂടെ എടുത്തൊരു സെൽഫി എടുത്താലും നമുക്ക് വലിയ റാഹത്താ, കൽബിന് വല്ലാത്തൊരു ഇതാണ്. പറ്റൂല എൻ്റെ പ്രിയപ്പെട്ടവരെ. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ ഇൻഷാ അല്ലാഹ്. 5 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലി അലൈഹി വസല്ലം. അപ്പോൾ
ഈ കാര്യങ്ങൾ ചെയ്താൽ നിന്റെ മനസ്സ് മാറുന്നതാണ്, ദീനിലേക്ക് അടുക്കുന്നതാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഇത് ചെയ്തോക്ക്. ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളി, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ, ഇതാരാ പറഞ്ഞത്? സൈനുദ്ദീൻ മഖ്ദൂമിനുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, പക്ഷേ വലിയ വലിയ മഹാന്മാർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇന്ന് കള്ളുകുടി അധികം, വ്യഭിചാരം അധികമാണ്, ദുനിയാവിനെയാണ് മനുഷ്യന്മാർക്ക് വേണ്ടത്. അപ്പോൾ അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പടച്ചവൻ അല്ലാഹു തആല നമ്മയൊക്കെ. അപ്പം നമ്മൾ ഇത്ര സമയം വരെ സലാത്ത് ചൊല്ലി. ഈ സലാത്തിൻ്റെ മഹത്വം എന്തെന്നറിയണ്ടേ നമുക്ക്? സലാത്തിൻ്റെ മഹത്വം വലുതാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹു അവന്റെ മലക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. ഓ സത്യവിശ്വാസികളെ, നാമം ചൊല്ലൂ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂലായ സല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രവാചകന്റെ മഹത്വങ്ങൾ ഇങ്ങനെ ലോകത്തോടെ വാടിപ്പുകഴ്ത്തണം നമ്മള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യദിനത്തിൽ ജനങ്ങളിൽ നിന്ന് ഏറ്റവും അടുത്തവൻ അല്ലാഹുവിൻ്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ സലാത്ത് ചൊല്ലിയവരാണ്, റസൂലുള്ളാഹിനെ പുകഴ്ത്തിയവരാണ്, റസൂലുള്ളാഹിനെ പാടിപ്പുകഴ്ത്തിയതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ 2 വരി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാന്നും എനിക്കറിയില്ല. മദീനത്തെ മിനാരത്തെ പച്ചക്കൊമ്പ കാണുമ്പോയൻ മനസ്സിലെ കുളിർ തന്നിൽ അടിയുലയുന്നു. പുണ്യ മദീനത്തെ മിനാരം കാണാനായി കോതിച്ചേ. ഇൻഷാ അല്ലാഹ് 2 വരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ അടുത്ത 2 വരി പാടും. അള്ളാഹിൻ്റെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മൾ അള്ളാഹിൻ്റെ പ്രവാചകനെ പാടിപ്പുകഴ്ത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ചെയ്യാനും നമ്മൾ ഇതാക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്തിനെ, ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, എൻ്റെ ഉമ്മത്തിന് കോട്ടം വരുത്തുന്നവരാണവർ. എന്തൊരു കാരണത്താൽ എൻ്റെ ഉമ്മത്തിൻ്റെ കോട്ടം വരുത്തുന്നതാണ്? കാരണം എന്താ? സദക്ക കൊടുക്കാത്തവൻ, പിശുക്കി വെക്കുന്നവൻ അല്ലേ? ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അതില്ലേ? നമ്മൾ പറയുന്നില്ലേ പിശുക്കന്മാർ? ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയാ? അപ്പോൾ ഈ പിശുക്കന്മാർ എന്താ ചെയ്യാ? അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ ഉമ്മത്തിനെ നശിപ്പിച്ചവരാണ്. അല്ലാഹു തആല കാക്കട്ടെ. ഉമ്മത്തിൻ്റെ നാശത്തിന് കാരണമെന്ന് പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മേക്ക് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്നും മനസ്സിൽ നിർവഹിക്കുക. പിന്നെ കള്ളുകുടി പറ്റൂല, വിചാരാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഒരു മിസ് കോൾ ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചു വിളിക്കാൻ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. പാതിരാത്രിയിൽ പോലും 12:30 എന്നില്ല, 1 മണി എന്നില്ല, 2 മണി എന്നില്ല, 3 മണി എന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡിലെ പ്രിയപ്പെട്ട മങ്ങളെ, അന്യപുരുഷനുമായി സംസാരത്തിലാണ്, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവിൻ്റെ പൈസ കൊണ്ട് ഭർത്താവ് ഗൾഫിലും ഭാര്യ ഷോപ്പിങ്ങിലുമാണ്. അന്യപുരുഷനുമായിട്ടുള്ള സംസാരം
എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചാരമെന്ന് വെച്ചാ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട്. നിന്റെ R15 ബൈക്കെടുത്ത് ടൗണിൽ വന്നുകൊണ്ട് എൻ്റെ മുന്നും വന്നിച്ച് ബേക്കും വന്നിച്ച് 2 സ്റ്റഡിങ് കളിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, സ്കൂളിലേക്കും കോളേജിലേക്കും പോകുന്ന പെണ്ണിനോട് കണ്ണടിച്ചുകൊണ്ട് മയക്കിയെടുക്കാൻ നോക്കുന്ന നിന്റെ സ്വഭാവമുണ്ടല്ലോ, തിരിച്ചടിച്ചിട്ട് മയക്കാൻ നോക്കുന്ന പ്രിയപ്പെട്ട മങ്ങളെ, നമുക്കനി അത് പറ്റൂല കേട്ടോ. നമുക്കത് ചേർന്ന കാര്യമല്ല. പ്രണയം നമുക്കത് ആവശ്യമല്ല, സ്നേഹം നമുക്ക് ആവശ്യമല്ല. നിക്കാഹ് ചെയ്യാത്ത പെണ്ണുമായിട്ടുള്ള ഒരു സംസാരമേ നമുക്ക് വേണ്ട. നമ്മളത് ചെയ്യുന്നില്ലേ? ഹറാമല്ലേ? അല്ലാഹു തആല കാക്കട്ടെ, പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ കള്ളുകുടി കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ലോകാവസാനം അടുത്ത് കഴിഞ്ഞാൽ കള്ളുകുടി അധികരിക്കുന്നതാ. കള്ളുകുടി വല്ലാതെയാ. ഇവിടെ നോക്കിയാലും മനുഷ്യന്മാർ കള്ളുകുടിയാ. ഞാൻ പല സ്ഥലത്തിലേക്കും പോയപ്പോൾ പല ഉമ്മമാരും പരാതി പറഞ്ഞ കാര്യമാണ് കള്ള് കുടിക്കുന്നതിനെ പറ്റി. ഓരോരുത്തർ കള്ള് കുടിക്കുന്നതിനെ പറ്റി പല പരാതികളാണ് പറഞ്ഞത്. അല്ലാഹു തആല നീ കാക്കണേ അല്ലാഹ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, മൻ തശബ്ബഹു ബിഖൗമി ഫഹുവ മിൻഹും. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലവനും ഒരു ജനതയുടെ പിൻപറ്റിയാൽ അവനും ആ ജനതയിൽ ചേർന്നവനാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ജനതയെ പിൻപറ്റിയാൽ നമ്മളതുപോലെ തന്നെയാകും. മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് നമ്മളും ചെയ്താൽ അതുപോലെ തന്നെയാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചീത്ത പാട്ടുകൾ മനുഷ്യൻ്റെ കൽവിൽ കാപട്യം മുളപ്പിക്കും. വെള്ളം ചെടിയെ മുളപ്പിക്കുന്നത് പോലെ ചീത്ത പാട്ടുകൾ നമ്മുടെ കൽബിനെ കാപട്യം പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഉസ്താദ് ഇങ്ങനെ പാടെടുത്ത് തരുമ്പോൾ മരണത്തെക്കുറിച്ച് പറയാം. നിര മരണത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ മരണം ഏത് സന്ദർഭത്തിലും ഉണ്ടാകും. മരണത്തെ ഓർക്കൽ, മരണത്തെ സ്മരിക്കൽ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു 2 ആളുകളെ ആക്കിയിരുന്നു. എന്തിനാ? ഉമറേ മരണമുണ്ട്, ഉമറേ മരണമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി തരാ. 2 പേരെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചിരുന്നു. അവസാനം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ താടി നരച്ചപ്പോഴാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല, എന്നെ മരണത്തിനെ ഓർമ്മപ്പെടുത്താൻ ഏറ്റവും വലിയ അടയാളം നിറവന്നു. അപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഇല്ലാതൊന്നും നോക്കി. കാരണം ഉസ്താദിൻ്റെ താടി നരച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞു, 65 വയസ്സായില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണം എന്താ ഉസ്താദേ? അപ്പോൾ ഉസ്താദ് പറയാ, പ്ലാവില്ലേ, അങ്ങനെ തന്നെയല്ലേ പറയാ, വേറൊന്നുമില്ലല്ലോ. പ്ലാവ്, അതിൽ നിന്ന് ഉണങ്ങിയ ചപ്പുകൾ ഇങ്ങനെ കൊടി ആവൂലേ, പച്ചച്ചപ്പ് ഉണങ്ങിയിട്ടിങ്ങനെ വീഴൂലേ, വീണ്ട അവിടെ തന്നെ നിൽക്കല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ഉസ്താദോട് ചോദിച്ചു, ഉസ്താദേ അപ്പം ഇങ്ങനെ ചെറിയ കുട്ടികൾ മരണപ്പെടുന്നുണ്ടല്ലോ. അപ്പം എന്നോട് പറയാ, തങ്ങളെ ഈ പ്ലാവിൽ നിന്ന് തന്നെ ചില സമയത്ത് പച്ചിലകൾ വീണ് കണ്ടിട്ടില്ലേ? ഇല്ലേ? നിങ്ങളവിടെ വേറില്ലേ? ഉണ്ടാ? നിങ്ങളല്ലേ ഉറക്കത്താ പഠിച്ചോനെ? എല്ലാവരും എന്തോ ഉണ്ടോ കാണുന്നുണ്ട്. എനിക്ക് കണ്ണിട വെച്ചുകൊണ്ടാണോ പഠിച്ചോനെ? ആരും ഉറങ്ങിയിട്ടില്ല. അപ്പം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇൽമ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഒയ്ബങ്ങ് പുറത്തേക്ക് പോവുക. ഇൽമ കയറിയാലേ കൽബിലുള്ള എല്ലാ ചീത്തയങ്ങ് പോവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളെ സദസ്സിൽ നിന്ന് ഇങ്ങനെ കുലുക്കി കളിക്കാണ്ട് അടങ്ങിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മൂപ്പരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഇൽമിൻ്റെ സദസ്സാണ്, ഭൂമിയിലെ 2ാമത്തെ സ്വർഗ്ഗം. അപ്പം ഈ സ്വർഗത്തിൽ വന്നിട്ട് തെറ്റുകൾ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? തെറ്റാണ്. അതുകൊണ്ട് സദസ്സിൽ വന്നിട്ട് ആരും ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മയൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നന്മ ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും പടച്ചതമ്പുരാൻ അല്ലാഹു തആല നന്മ ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്
3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.